أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ കാഫിറൂന ഈ 3 സൂറത്തുകളാണ് നോക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് നമ്മളൊക്കെ നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്തുകളാണ്, ചെറിയ സൂറത്തുകൾ. അപ്പോൾ ഒരു കാരണവശാലും പിഴവുകളൊന്നും സംഭവിക്കാതെ ഓതാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. ഇനിയും ആ ഒരു കാര്യം നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ഒന്നുകൂടിയാണ്. അതിനൊക്കെ പുറമെ ഒരു ആയത്തുൽ കുർസി അല്ലെങ്കിൽ ഒരു അൽബക്കറ സൂറത്തിൻ്റെ 30 പേജ് ഓതി അതിലേറെ നല്ലത് ചെറിയൊരു സൂറത്തായ ഇന്നാ അഅ്തൈനാക പൂർണ്ണമായിട്ടും ഓതലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു നിലക്കൊക്കെ നമ്മൾ ഓതാറുള്ളത് ചെറിയ ചെറിയ സൂറത്തുകളാണ്. അപ്പോൾ ഓതുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയിലും അതിൻ്റേതായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ ഓതേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകളൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു രൂപത്തിൽ, യഥാർത്ഥമായ രൂപത്തിലൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനൊക്കെ ധാരാളം ഓതാനും ഖത്മുകൾ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ്, അതിനുള്ള സൗഭാഗ്യം, അതിനുള്ള സാഹചര്യവും അതിനുള്ള സന്മനസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിയമങ്ങൾ നോക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ മൊബൈലിലേക്ക് നോക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് അതിലേക്ക് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഒന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് മദ്ദുണ്ട് അവിടെ. യദാ അബി, മദ് മുൻഫസിലാണ്. മദ് മുൻഫസിൽ വരാൻ കാരണം മദ്ദക്ഷരം യദാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. യദാ എന്നുള്ളതൊരു വാക്കും അബി എന്നുള്ളത് വേറൊരു വാക്കുമാണ്. അപ്പോൾ മദ് മുൻഫസിലാണ്. ലഹബിൻ വതബ്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ള നിയമങ്ങൾ, സുക്കൂനുള്ള നൂന് വന്നാൽ അല്ലെങ്കിൽ തെൻവീന് വന്നാൽ, ഇവിടെ തെൻവീനാണ് വന്നത്, ലഹബിൻ, അവിടെ ബായിന് തെൻവീന് വന്നല്ലോ. ഈ തെൻവീനിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സുക്കൂനുള്ള നൂന് വന്നു, അപ്പോഴാണ് പ്രധാനമായിട്ട് നമ്മൾ നിയമം നോക്കേണ്ടത്. അല്ലെങ്കിൽ സുക്കൂനുള്ള മീമ് വന്നു. സുക്കൂനുള്ള മീമ് വന്നാൽ അതിന് ശേഷമുള്ള നിയമം എങ്ങനെയാണ്? സുക്കൂനുള്ള നൂനാകട്ടെ തെൻവീനാകട്ടെ രണ്ടും ഒന്നാണ്, രണ്ടും ഒരുപോലെയാണ് നിയമം. അപ്പോൾ നൂന് വന്നാലും തെൻവീൻ വന്നാലും. അപ്പോൾ ഇവിടെ തെൻവീനിൻ്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം വാവ് വന്നാൽ, അല്ലെങ്കിൽ നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ആ തെൻവീനിനെ, തെൻവീൻ എന്ന് പറഞ്ഞാൽ ബിൻ എന്ന് പറഞ്ഞല്ലോ, ബിൻ എന്ന് പറയുമ്പോൾ അവിടെ നൂനാണ് ഉച്ചാരണത്തിൽ വരുന്നത്, ബിൻ. അപ്പോൾ ആ നൂനിനെ വാവിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ബിംവ, ബിംവ എന്നിട്ട് മണിക്കുക, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. അതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക. അപ്പോൾ അബീ ലഹബിൻ വതബ്, വതബ് അല്ലേ, ബായിന് സുക്കൂൻ ചെയ്തിട്ട് പറയണം വതബ്ബ എന്നുള്ളത്. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ചെയ്തിട്ട് പറയാം. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ, അവിടെ മദ് അല്ലേ, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് ഹംസ വന്നത്, മദ് മുൻഫസിലാണ്, നേരത്തെ പറഞ്ഞ പോലെ. മാ അഗ്നാ അൻഹു, ഇവിടെ നൂന് വന്നു, സുക്കൂനുള്ള നൂന്, നൂൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നു. ഇൽഹാറിൻ്റെ അക്ഷരം ഹംസ, ഹ അല്ലേ, ഹ വന്നു. ഹ, ഹ, ഐന്, ഗൈന്, ഇതാണ് ഇൽഹാറിൻ്റെ അക്ഷരം. ഇൽഹാറിൻ്റെ അക്ഷരം ഈ 6 അക്ഷരത്തിൽ ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം
ഈ 6 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഈ നൂനിനെ വെളിവാക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് പറയണം എന്നർത്ഥം. ഈ 6 അക്ഷരത്തിൽ ഏത് അക്ഷരം വന്നാലും നൂനിനെ വെളിവാക്കി പറയും. ഇതാണിപ്പോൾ നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും. അപ്പോൾ അൻഹുമാ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. ഈ മാലുഹു എന്ന ഹായിനെ നീട്ടണം. കാരണം അതിന് ശേഷം ഒരു കുഞ്ഞു വാവുണ്ട്, ചെറിയൊരു വാവുണ്ട്. ആ വാവ് വരാൻ കാരണം എന്താണ്? ആ ഹായിനെ തൊട്ട് മുമ്പുള്ള ലാമിന് അല്ലെങ്കിൽ തൊട്ട് ശേഷമുള്ള വാവിന്, തൊട്ട് മുമ്പത്തെ അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല. ഇവിടെ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു നിലക്ക് നീട്ടും. അതാണ് ആ ഹായിനെ നീട്ടാനുള്ള കാരണം. സുക്കൂൻ ഉണ്ടെങ്കിൽ ആ ഹാ നീട്ടൂല എന്നർത്ഥം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അൻഹു, അവിടെ ആ ഹായിനെ നീട്ടിയില്ല. എന്താ കാരണം? അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരം നൂനിന് സുക്കൂനാണ്. വമാ കസബ്, കസബ എന്നുള്ളത് കസബ് അല്ലേ? നിർത്തിയപ്പോൾ വഖഫ് ചെയ്തപ്പോൾ ബായിന് സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. സയസ്ല നാറൻ ذات لهب സയസ്ല നാറൻ ذات لهب. ഇവിടെ നാറൻ തൻവീൻ്റെ ശേഷം ഉച്ചാരണത്തിൽ വരുന്ന ദാലാണ്. അപ്പോൾ ദാല് എന്നുള്ളത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. 15 അക്ഷരമാണ് ഇഖ്ഫായിനുള്ളത്. അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ദാലി എന്നുള്ളത്. ذات لهب ബിൻ എന്നുള്ളത് അവസാനം വഖഫ് ചെയ്തപ്പം ബ് എന്ന് പറഞ്ഞു. തൻവീൻ ഫത്തുഹോ അല്ലെങ്കിൽ അവസാനം അലിഫോ വരുന്ന സമയത്ത്, അങ്ങനത്തെ സമയത്ത് മാത്രമേ സുക്കൂൻ അല്ലാത്തൊരവസ്ഥ വരുള്ളൂ. ആ സ്ഥലത്ത് റഹീമ, ഗഫൂറ, അൻഹ എന്ന് പറയുമ്പോഴേ എന്തേ ഉള്ളൂ, പിന്നെ അവിടെ ഫത്തുഹ് കൊണ്ട് അവസാനിപ്പിക്കുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും? പിന്നെ സുക്കൂന് കൊണ്ടാണ് നിർത്തേണ്ടത്. വംറഅതുഹു 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 ഹമ്മലതൽ ഹതബ്. വംറഅതുഹു താഇന് ദമ്മാണ്. വംറഅതുഹു ഈ ഹായിന് നീട്ടി. കാരണം എന്താ? മുമ്പും ശേഷവും സുക്കൂനില്ല. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഹബ്ലും മി ല്ലേ? തൻവീൻ്റെ ശേഷം മീം വന്നു. നൂന് വാവ് മീമ് യാ. ഇവിടെ മീം വന്നു. തൻവീൻ്റെ ശേഷം മീമ്. ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കണം എന്ന് പറയണം. ഹബ്ലും മിമ്മ. അവിടെ അങ്ങനെ തന്നെ തൻവീൻ്റെ ശേഷം മീമ് വന്നു. അവർ 2 സ്ഥലത്തും എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. എങ്ങനെ? ഹബ്ലും മിൻ മസദ്. അത് നല്ലോണം ശ്രദ്ധിക്കുക. 2 സ്ഥലത്തും വരുന്നുണ്ട്. ആ ഒറ്റ മീമായിട്ട് പോകാൻ പാടില്ല. ഹബ്ലും മിൻ മസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇവിടെ ജാ മദ് മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വാക്കിലാണ് ഹംസ വന്നിട്ടുള്ളത്. നസ്റുല്ലാഹി വൽ ഫത്ഹ്. താഇന് സുക്കൂനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫത്ത എന്നാകാൻ പാടില്ല. വൽ ഫത്ഹ്. വറഅയ്ത الناس يدخلون في دين الله أفواجا. നേരത്തെ പറഞ്ഞല്ലോ അഫ്വാജ. അവിടെ തൻവീനാണല്ലോ. അപ്പം തൻവീനാകുമ്പോൾ അഫ്വാജ, അഫ്വാജ് എന്ന് പറയാൻ പാടില്ല. അഫ്വാജ. നമ്മളങ്ങനെ തന്നെ ഓതി വരാറുള്ളത്. ചെറിയ സൂറത്താകുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ബക്കറ സൂറത്താവും വേറെ ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഓതുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൻവീൻ ഫത്ഹ് ആകുമ്പോൾ ഫത്ഹ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്. അഫ്വാജ. ആ ഒരു നീട്ടാനുണ്ടല്ലോ, ചെറിയ നിലക്ക് നീട്ടുക, കൂടുതൽ നീട്ടാൻ പാടില്ല. അഫ്വാജ. സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. ഫസബ്ബിഹ് ബിഹംദി. ഫസബ്ബിഹ് ഹാഇന് ആ സ്മൂത്തായിട്ട് ഇങ്ങോട്ട് വരണം. ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. അവിടെ നിർത്തുകയാണെങ്കിൽ വസ്തഗ്ഫിർ. റായിന് സുക്കൂന്, അതിൻ്റെ ഹാഇനും സുക്കൂൻ കൊടുക്കുക. വസ്തഗ്ഫിർ. ഹ് എന്ന് പറയുക. അത് ചെറിയ എന്ത് ചെയ്യുക? ആ ഒരു നിലക്ക് ഇങ്ങനെ വസ്തഗ്ഫിർ. ഇനി അവിടെ നിർത്തുന്നില്ലെങ്കിലോ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വസ്തഗ്ഫിർഹു.
അവിടെ ഹായിന് നീട്ടാൻ പാടില്ല, കാരണം തൊട്ട് മുമ്പത്തെ റായിന് സുക്കൂനാണ്, അപ്പോൾ അത് നീട്ടാൻ പാടില്ല. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇന്നഹു ആ ഹായിനെ നീട്ടണം, കാരണം എന്താണ്, അതിന് മുമ്പും ശേഷവും എന്തില്ല, പിന്നെ സുക്കൂനില്ല. ഇന്നഹു കാന തവ്വാബ. അപ്പം നൂനിനെ മണിക്കണം. ഇന്നഹു പിന്നെ തവ്വാബ. അതിന് മേൽ അത് ശരിക്കും തെൻവീനാണുള്ളത്. ആ തെൻവീനിനെ മാറ്റിയിട്ട് മീമാക്കിയിട്ടുണ്ട് അല്ലേ. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഓതുമ്പോൾ ഖുർആൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഓതി വരുമ്പോൾ അടുത്ത സൂറത്തിലേക്ക് നേരെ ഇങ്ങനെ പിന്നെ നിർത്താതെ ഓതുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇന്നഹു കാന തവ്വാബൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ ബിസ്മിയിലേക്ക് കൂട്ടിയിട്ടാണ് പിന്നെ ആ മീമിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ, അങ്ങനെ വഖഫ് ചെയ്യൽ നിർബന്ധമൊന്നും ഇല്ലല്ലോ, വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി വഖഫ് ചെയ്യാതെ ഒരാൾ ഓതുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തവ്വാബൻ തെൻവീനാണുള്ളത്. തെൻവീന് ശേഷം ബാ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം, ആ തെൻവീനെ പിന്നെ തെൻവീനെ മാറ്റിയിട്ട് മീമാക്കണം. തെൻവീനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെ ശേഷം ബാ വന്നാൽ, ഇഖ്തിലാബിൻ്റെ അക്ഷരമാണ് ബാ. ഇഖ്തിലാബിൻ്റെ ആകെ ഒരേ ഒരു അക്ഷരമുള്ളൂ, അത് ബാ ആണ്. ബാ വന്നാൽ എന്ത് ചെയ്യണം, അവിടെ തെൻവീനെ മാറ്റിയിട്ട് മീമാക്കണം. തവ്വാബം എന്നിട്ട് ബായിലേക്ക്. അപ്പം എങ്ങനെയാ, തവ്വാബം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹ. യാ എന്നുള്ളതൊരു വാക്കും അയ്യുഹ എന്നുള്ള വേറൊരു വാക്കുമാണ്. ഇനി അവിടെ മദ് മുൻഫസില വരുന്നത്. ഇനി മദ് മുത്തസിലാകട്ടെ മുൻഫസിലാകട്ടെ രണ്ടും നീട്ടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറൂൻ അവിടെ മദ് ആരിൽ വരുന്നുണ്ട്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. കാഫിറൂന എന്നുള്ളിടത്ത് മദ് ആരിൽ വരാൻ കാരണം എന്താ, നിർത്തുന്ന സ്ഥലത്ത് ആ നിർത്തുന്ന ആ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ വരും. കാഫിറൂൻ നൂന് സുക്കൂന്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ, നീട്ടാനുള്ള അക്ഷരം ഏതാ, അലിഫ് വാവ് യാ. ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ ആ കാഫിറൂന ആ വാക്കിനെന്തെയും കൂടുതൽ നീട്ടും, അപ്പോൾ പുതിയ ഒരു മദ്ദായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. നേരെ മറിച്ച് അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ മദ് അവിടെ വരില്ല, സാധാരണ മദ് വരുള്ളൂ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. തഅ്ബുദൂൻ എന്നുള്ളിടത്താണ് ഇപ്പോൾ നമ്മൾ നിർത്തിയപ്പോഴാണ് അവിടെയാണ് മദ് വന്നത്. നേരത്തെ സാധാരണ മദ്ദായി, നിർത്താത്തത് കൊണ്ട്. നിർത്തുകയാണെങ്കിൽ കാഫിറൂൻ കുറച്ച് കൂടുതൽ നീട്ടണം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മദ് മുൻഫസിൽ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അഅ്ബുദ് ബുദു എന്നുള്ളത് നിർത്തിയപ്പം അഅ്ബുദ്. വലാ അ അല്ലേ, മദ്ദക്ഷരത്തിന് ശേഷം അംസ വന്ന് അടുത്ത വാക്കിൽ മദ് മുൻഫസിൽ. പിന്നെ അന്തു അല്ലേ, അവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം താ വന്ന്, ഇഖ്ഫാൻ്റെ അക്ഷരമാണ് താ. അപ്പം ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അൻ എന്ന് പറയുമ്പോൾ നൂന് നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടുന്നു, അൻ. അങ്ങനെ തട്ടാത്ത ആ ഒരു അതിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് മദ്. പിന്നെ അതാണ് ഇഖ്ഫ എന്ന് പറഞ്ഞു. അപ്പം അൻ എന്ന് പറയാതെ അതിനടുത്ത് അന്തും ഒന്ന് പറഞ്ഞു നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അതൊന്ന് പിന്നെ ശീലിക്കുക. വലാ അന്തും അവിടെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ഐന വന്ന്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം പഠിക്കാൻ വളരെ സിമ്പിളാണ്. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യാം. പിന്നെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും ആ മീമിനെ വ്യക്തമായിട്ട് സുക്കൂന് കൊടുത്തിട്ട് തന്നെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക. അന്തും, അം, ഇം എന്നൊക്കെ പറയില്ല, അതേപോലെ അപ്പോൾ മീമ് വ്യക്തമായിട്ട് ഉച്ചരിച്ചു.
ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും. ഇവിടെ അന എന്നുള്ളിടത്ത് അതിൻ്റെ അന എന്ന് പറയും. വല അന എന്ന് പറയില്ല, അന എന്നാ എഴുതിയിട്ടുള്ളത്. അന എന്നാണ് വായിക്കേണ്ടത്. നൂനെ ഫത്ത് കൊടുത്തിട്ട് അലിഫില്ലാതെ അന. അതിൻ്റെ നേരെ മേലെ ഒരു പൂജ്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചേർത്തി ഓതുമ്പം വല അന ആബിദും മാ അബദ്തും. നേരെ മറിച്ച് അങ്ങനത്തെ സ്ഥലം ഇവിടെ നിന്നല്ല, ഇവിടെ അപ്പോൾ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ വല അന ചെറിയൊരു അലിഫ്, സാധാരണ ഒരു അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ വട്ടപ്പൂജ്യം, ഈ മറ്റേ ഹാഇൻ്റെ ഇതല്ല, ഈ വട്ടപ്പൂജ്യം വരുന്ന സ്ഥലത്ത് വട്ടപ്പൂജ്യം ഒരു ഹാ പോലാത്തൊരു പൂജ്യം വരുന്നുണ്ട്. അവിടെ ഇതേപോലെ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യും, പിന്നെ വഖഫിൻ്റെ സമയത്താണെങ്കിൽ അവിടെ അത് ഉച്ചാരണത്തിൽ വരും. വഖഫ് ഇല്ലാത്ത സമയത്ത് കൂട്ടി ഓതുന്ന സമയത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്കിലേക്ക് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ വാക്കല്ലാതെ അതിൻ്റെ കൂടെ മറ്റതും കൂടി ഓതുന്നുണ്ടെങ്കിൽ, അടുത്ത വാക്കും കൂടി ഓതുന്നുണ്ടെങ്കിൽ ഇത് ഉച്ചാരണത്തിൽ വരില്ല എന്നർത്ഥം. വല അന ആബിദും മാ അബദ്തും. ഈ ദും തൻവീന് ശേഷം മീമ് വന്നു. അപ്പോൾ നൂന് വാവ് മീമ് യാ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഇതാവും ബിഗുന്ന. അബത്തും ആ ദാലിനെ തായിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. വല അന്തും മദ് മുൻഫസിൽ, അന്തും ഇഖ്ഫാ. പിന്നെ അവിടെ മീമിൻ്റെ ശേഷം ഐന് വന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഇദ്ഹാർ ചെയ്യണം. ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും. ലക്കും എന്നുള്ളത് മീമിന് പിന്നെ ഇദ്ഹാർ ചെയ്യണം. ദീനുക്കും വലിയ ദീൻ. അവിടെ യാ വലിയ, അവിടെ യാ അതിന് ഫത്ത് ഉണ്ട്. അവിടെ പുള്ളി ഇല്ലെങ്കിലും അവിടെ ഫത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ദീൻ യാ ആയിരിക്കും. ദീൻ അവിടെ നൂന് സുക്കും കൊടുത്തു. അതിന് തൊട്ട് മുമ്പുള്ളത് യാ ആണ്, നീട്ടാനുള്ള യാ ആണ്. അതുകൊണ്ട് അവിടെ മദ്, പുതിയൊരു മദ് രൂപപ്പെടും. അതിൻ്റെ പേരാണ് മദ് ആരിദ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പഠിച്ചതനുസരിച്ചൊക്കെ പിന്നെ പ്രവർത്തിക്കാനും ഓതാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒക്കെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആകളിലൊക്കെ എന്നെയും കുടുംബത്തേക്ക് ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കവിൻ്റെ പരമാവധി എല്ലാ ആളുകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ഗ്രൂപ്പുകളിലേക്കല്ല, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല, ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു നന്മ അവരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടും, അതിനൊക്കെ പുറമെ എനിക്കും കിട്ടും. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരാൾക്ക് ഓതുമ്പോൾ, പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിലും അല്ലാത്ത സമയത്തൊക്കെ ഓതുന്നതാണല്ലോ. പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ ഓതുമ്പോൾ ആ ഒരു ഓത്ത് മെച്ചപ്പെടാൻ കാരണക്കാർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടും. ആ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇഖ്ലാസോടുകൂടി ചെയ്യുക. അല്ലാഹു തആല എല്ലാവർക്കും നമുക്കും ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.